മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് ദിയ കൃഷ്ണ. നടൻ കൃഷ്ണകുമാറിന്റെ മകളും അഹാന കൃഷ്ണയുടെ സഹോദരിയുമായ ദിയ കൃഷ്ണ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിട്ടുണ്ട്. തൻ്റെതായ ആരാധകരെയും ദിയ നേടിയെടുത്തിട്ടുണ്ട്. ദിയയുടെ വ്ലോഗുകളും ഡാൻസ് റീലുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട്. തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് പോലെ തന്നെ ജീവിതത്തെക്കുറിച്ചും ദിയ സോഷ്യൽ മീഡിയയിൽ മറയില്ലാതെ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ കുടുംബസമേതം UK-യിൽ അവധി ആഘോഷിക്കുകയാണ് ദിയ കൃഷ്ണ. യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം താരം പങ്കുവെക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ താരമായതിനാൽ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങളും ദിയയ്ക്ക് നിരന്തരം നേരിടേണ്ടി വരാറുണ്ട്. എന്നാൽ അത്തരക്കാരെ നിലയ്ക്ക് നിർത്താനും ദിയയ്ക്ക് നന്നായി അറിയാം. ഇപ്പോഴിതാ മോശം കമന്റുമായി എത്തിയ ഒരാൾക്ക് ദിയ നൽകിയ മറുപടി ശ്രദ്ധേയമാവുകയാണ്. കഴിഞ്ഞ ദിവസം അമ്മ സിന്ധു കൃഷ്ണയ്ക്കും സഹോദരി ഇഷാനിക്കുമൊപ്പമുള്ള ഒരു ഡാൻസ് വീഡിയോ ദിയ പങ്കുവച്ചിരുന്നു. രസകരമായ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു. നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളും ലൈക്കുകളുമായി എത്തിയത്. മക്കൾക്കൊപ്പം ചുവടുവയ്ക്കുന്ന സിന്ധുവിനും സോഷ്യൽ മീഡിയ കയ്യടി നൽകുന്നുണ്ട്. എന്നാൽ ഒരാൾ ശ്രമിച്ചത് സിന്ധുവിനെ അവഹേളിക്കാൻ മാത്രമായിരുന്നു. തള്ളയ്ക്ക് വേറെ ഒരു പണിയും ഇല്ലേ എന്നായിരുന്നു അയാളുടെ കമന്റ്. പിന്നാലെ ദിയ ഇയാൾക്ക് മറുപടിയുമായി എത്തുകയായിരുന്നു. തന്നെ പ്രസവിച്ചപ്പോൾ എല്ലാവരും നിന്റെ അമ്മയോട് ചോദിച്ച അതേ ചോദ്യം എന്തിനാ മോനെ ഇവിടെ ആവർത്തിക്കുന്നത് എന്നായിരുന്നു ദിയയുടെ മറുപടി. കമന്റും താൻ നൽകിയ മറുപടിയും ദിയ സ്റ്റോറിയായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. തനിക്ക് ചെയ്യേണ്ടി വന്നുവെന്ന് പറഞ്ഞാണ് ദിയ കമന്റിന്റെ സ്ക്രീൻഷോട്ട് സ്റ്റോറിയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിയാസ് സലീമിന് നൽകിയ മറുപടിയുടെ പേരിലും ദിയ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. നേരത്തെ നടൻ കൃഷ്ണകുമാറിന്റെ തൊട്ടുകൂടായ്മയെ നൊസ്റ്റാൾജിയാക്കി അവതരിപ്പിക്കുന്ന വാക്കുകൾക്കെതിരെ റിയാസ് സലീം നടത്തിയ പരാമർശം വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെ കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസികയ്ക്കെതിരെ റിയാസ് നടത്തിയ ആരോപണവും അതിന് മൂത്ത മകൾ അഹാന നൽകിയ മറുപടിയുമെല്ലാം ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. ഹൻസിക ഹോമോഫോബിക് ആണെന്ന തരത്തിലുള്ളതായിരുന്നു റിയാസ് നടത്തിയ വിവാദ പരാമർശം. എന്നാൽ പിന്നീട് റിയാസ് ഈ സ്റ്റോറി പിൻവലിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് അഹാന രംഗത്തെത്തിയത്. ഹൻസികയുടെ വീഡിയോയിൽ ഹോമോഫോബിക്കായ പരാമർശം ഉണ്ടായിരുന്നില്ല എന്നും റിയാസിന് തെറ്റുപറ്റിയതാണ് എന്നും നേരത്തെ വ്യക്തമായിരുന്നു. ഇതോടെയാണ് താരം തന്റെ സ്റ്റോറി പിൻവലിച്ചത് പോലും. തുടർന്നായിരുന്നു ദിയയുടെ വൈറലായ പ്രതികരണം. ഞാൻ ഇന്ന് ഉറക്കമുണർന്നത് എന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ അനാവശ്യമായി കുരച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിയുടെ വാല് മുറിക്കപ്പെട്ടു എന്ന് കേട്ടുകൊണ്ടാണ് എന്നായിരുന്നു ദിയയുടെ പ്രതികരണം. ദിയ ആരുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു പ്രതികരിച്ചത്. എങ്കിലും സംഭവം റിയാസിനെതിരെയുള്ളതാണ് എന്നത് വ്യക്തവുമായിരുന്നു. സംഭവം വിവാദമായി മാറിയതോടെ പ്രതികരണവുമായി റിയാസും രംഗത്തെത്തിയിരുന്നു. അഹാന തന്റെയും കുടുംബത്തിന്റെയും വൃത്തികെട്ട രാഷ്ട്രീയം വെളുപ്പിക്കാനായി സഹോദരിയെ ഉപയോഗിക്കുകയാണ് എന്നായിരുന്നു റിയാസിന്റെ പ്രതികരണം. റിയാസ് മലയാളം ബിഗ് ബോസ് ഷോയിലൂടെ ആരാധക ശ്രദ്ധ നേടിയ ഒരു താരമാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റുകളും സ്റ്റോറികളും എല്ലാം തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കാറുമുണ്ട്. ഇതിനിടയിലാണ് കൃഷ്ണകുമാറിന്റെ മക്കൾക്കും കുടുംബത്തിനുമെതിരെയുള്ള സ്റ്റോറിയും റിയാസ് പങ്കുവച്ചത്. എന്തായാലും ആരാധകരിൽ നിന്ന് റിയാസ് സലീമും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈബർ ആക്രമണം നേരിടുന്നുണ്ട്.